ഇറാനിൽ അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിന്റെ സൈനിക നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടെ ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നിജാദിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് പദ്ധതി ഇട്ടിരുന്നതായി വെളിപ്പെടുത്തൽ. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കു ശേഷം ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. നിലവിലെ പരമോന്നത നേതാവും ഖമേനിയുടെ മകനുമായ മുജ്തബ ഖമേനി ഇതുവരെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യം മുതലെടുക്കാനായിരുന്നു മൊസാദിന്റെ ശ്രമം. 2005 മുതൽ 2013 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്ന അഹമ്മദി നിജാദിനെ വീണ്ടും രാജ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ഇസ്രായേൽ രഹസ്യമായി പണം നൽകിയിരുന്നു. 2024 2025 ഹംഗറിയിൽ നടന്ന കാലാവസ്ഥാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ നിജാദുമായി മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ നേരിട്ട് ചർച്ചകൾ നടത്തി. ഇറാന്റെ മേൽ ഇസ്രായേൽ സഖ്യം കടുത്ത ആക്രമണം ഫെബ്രുവരി 28 ആരംഭിച്ചു. ആക്രമണത്തിന് തൊട്ടുമുൻപ് ഒരു കറുത്ത കാറിൽ നിജാദിനെ ഇറാനിലെ ഒരു രഹസ്യ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു കാലത്ത് കടുത്ത ഇസ്രായേൽ വിരുദ്ധനായിരുന്ന അഹമ്മദി നിജാദ് പിന്നീട് ഇറാന്റെ ആധുനിക ഭരണകൂടവുമായി അകലുകയായിരുന്നു. നിജാദിനെ പുതിയ ഭരണാധികാരിയാക്കാനുള്ള ഇസ്രായേലിന്റെ ഈ വൻ അട്ടിമറി നീക്കം ഒടുവിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സുരക്ഷിത കേന്ദ്രത്തിലെത്തിയ ശേഷം ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഭരിക്കാൻ നിജാദ് വിമുഖത കാണിച്ചതാണ് കാരണം. ഇതേ തുടർന്ന് അദ്ദേഹം ഈ രഹസ്യ കേന്ദ്രം വിട്ടുപോവുകയും ചെയ്തു. നിലവിൽ അദ്ദേഹം എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൂടാതെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് നിജാദിനെ ഇസ്രായേലുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ ആരോപണങ്ങളെല്ലാം അഹമ്മദി നിജാദിന്റെ ഓഫീസ് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു.